Hi students, today we are going to discuss about immiscible liquid pairs. അപ്പോൾ നമ്മൾ സൊല്യൂഷൻസ് ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം ഉണ്ടായിരുന്നു. സൊല്യൂഷൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് സോലിബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് സൊല്യൂഷൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയായിരുന്നു? പാർഷ്യലി മിസിബിൾ, കംപ്ലീറ്റ്ലി മിസിബിൾ ആൻഡ് ഇമ്മിസിബിൾ ലിക്വിഡ്സ്. അതിൽ പാർഷ്യൽ മിസിബിലിറ്റിയും അതുപോലെ കംപ്ലീറ്റ്ലി മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ് സിസ്റ്റത്തെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇമ്മിസിബിൾ ലിക്വിഡ് പെയേഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കാം. എന്താണ് ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ? ഡെഫിനിഷൻ ഞാൻ പഠിപ്പിച്ചതാണ്. എന്താണ് ഇമ്മിസിബിൾ ലിക്വിഡ്സ്? Two liquids are not capable of combining to form a homogeneous mixture. homogeneous മിക്സ്ചറുകളായിട്ട് മാറാൻ കഴിവില്ലാത്ത ലിക്വിഡ് മിക്സ്ചേഴ്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ CCl4 ആൻഡ് വാട്ടർ. ഈ CCl4ഉം വാട്ടറും എടുത്ത് നിങ്ങൾ ലയിപ്പിക്കാൻ നോക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി മിസിബിൾ ആയിട്ട് അല്ലെങ്കിൽ ഹോമോജനസ് ആയിട്ട് മാറത്തില്ല. ദാറ്റ് ആർ കാൾഡ് ഇമ്മിസിബിൾ ലിക്വിഡ് പെയേഴ്സ്. ഇനി when two liquids are immiscible, then the addition of one liquid to the other will not affect the properties of the other liquid. ഇങ്ങനെ ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡുകളെ ഇനി എത്ര അതിനകത്തേക്ക് മറ്റേ ലിക്വിഡ് ആഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നാലും ഒരെണ്ണത്തിൻ്റെ പ്രോപ്പർട്ടി, അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോപ്പർട്ടിക്ക് യാതൊരു തരത്തിലുള്ള ചേഞ്ചസും സംഭവിക്കത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കമ്പോണൻറ്റുകൾ എന്താണോ അതിൻ്റെ വേപ്പർ പ്രഷർ അത് തന്നെയായിരിക്കും. പ്രോപ്പർട്ടിക്ക് അവിടെ യാതൊരു വിധത്തിലുള്ള മാറ്റവും സംഭവിക്കില്ല. അതായത് ഇപ്പം കമ്പോണൻറ്റ് എയും കമ്പോണൻറ്റ് ബിയും ആണെങ്കിൽ അതിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് PAയും PBയും അത് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടോട്ടൽ വേപ്പർ പ്രഷർ എന്തെന്ന് പറയാം? P = PA + PB. അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ അറിയേണ്ടത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേപ്പർ, ഈ പറഞ്ഞിരിക്കുന്ന ഇമ്മിസിബിൾ ലിക്വിഡിനെ നിങ്ങൾ ബോയിൽ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എങ്ങനെയായിരിക്കും? ദ ബോയിലിംഗ് പോയിൻ്റ് വിൽ ബി ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ടോട്ടൽ വേപ്പർ പ്രഷർ ബിക്കം ഈക്വൽ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ. അറ്റ്മോസ്ഫറിക് പ്രഷറിന് ഈക്വൽ ആകുന്ന വേപ്പർ പ്രഷർ എന്താണ്? ആ ടോട്ടൽ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫറിക് പ്രഷറിന് ഈക്വൽ ആകുന്നത് എപ്പോഴാണോ അപ്പോഴായിരിക്കും നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇമ്മിസിബിൾ ലിക്വിഡ് പെയേഴ്സ് ബോയിൽ ചെയ്യുന്നത്. ഇനി ആ ബോയിലിംഗ് പോയിന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ മിക്സ്ചർ ഓഫ് ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ് വിൽ ബി ലോവർ ദാൻ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് എനി വൺ ഓഫ് ദ പ്യുവർ കമ്പോണൻറ്റ്സ്. നമ്മുടെ പ്യുവർ കമ്പോണൻറ്റുകളുടെ ബോയിലിംഗ് പോയിന്റിൽ കുറഞ്ഞ ആളാരാണോ അതിൻ്റെ ബോയിലിംഗ് പോയിന്റിനെക്കാട്ടിലും താഴെയുള്ളൊരു ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതാണ് ഇമ്മിസിബിൾ ലിക്വിഡ്സിനെ കുറിച്ച് ജനറലായിട്ട് നിങ്ങൾ അറിയേണ്ടത്. ഇനി ഡിസ്റ്റിലേഷൻ ഓഫ് ഇമ്മിസിബിൾ ലിക്വിഡ്സ്. നമുക്ക് ഈ ഇമ്മിസിബിൾ ലിക്വിഡുകളെ സെപ്പറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്റ്റിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിസ്റ്റിലേഷൻ ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ഏതായിരുന്നു? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ആ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ടെക്നിക്ക് ഇമ്മിസിബിൾ ലിക്വിഡ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്തിനായിരുന്നു യൂസ് ചെയ്തിരുന്നത്? അതായത് ഓൾമോസ്റ്റ് സിമിലർ ബോയിലിംഗ് പോയിൻ്റ് വരുന്ന മിസിബിൾ ലിക്വിഡുകളുടെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഇമ്മിസിബിൾ ലിക്വിഡ്സിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണ്? സ്റ്റീം ഡിസ്റ്റിലേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ പ്യുവർ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഈ ടെക്നിക്ക് യൂസ് ചെയ്യും. ഓഫ് ഹൈ ബോയിലിംഗ് പോയിൻ്റുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ലിക്വിഡ്സ് വിച്ച് ആർ സോളിബിൾ ഇൻ സ്റ്റീം. സ്റ്റീമിൽ സോളിബിൾ ആവുകയും അതേസമയം വാട്ടറിൽ ഇമ്മിസിബിൾ ആയിരിക്കുകയും വാട്ടറിൽ ഇൻസോളിബിൾ ആവുകയും ചെയ്യുന്ന ലിക്വിഡുകളുടെ സെപ്പറേഷൻ നമുക്ക് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ നടത്തുന്നത്. എക്സാമ്പിൾ അനിലീനും നൈട്രോബെൻസീനും. അനിലീനും നൈട്രോബെൻസീൻ എന്നൊക്കെ പറയുന്നത് വാട്ടറിൽ സോലിബിൾ ആകത്തില്ല, അതേസമയം സ്റ്റീമിൽ ഒരുവിധം സോലിബിൾ ആവും. അതിനെയൊക്കെ നമ്മൾ ഡിസ്റ്റിലേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെക്നിക്ക് യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന അനിലീൻ്റെ ആക്ച്വൽ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 184 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അതേസമയം ബട്ട് ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ടു ബോയിൽ ആൻഡ് ഡിസ്റ്റിൽ ഓവർ എ മച്ച് ലോവർ ടെമ്പറേച്ചർ. ഈ പറഞ്ഞിരിക്കുന്ന 184 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടിലും കുറഞ്ഞ ടെമ്പറേച്ചറിൽ നമുക്ക് അനിലിനെ ബോയിൽ ചെയ്യിപ്പിക്കാം. എങ്ങനെയാണ്?
ബൈ പാസിങ് സ്റ്റീം പാസ് ചെയ്യിപ്പിച്ചിട്ട് അത് വെച്ച് നമുക്ക് ഈ 184 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടിലും കുറഞ്ഞ ബോയിലിംഗ് പോയിന്റിൽ നമുക്ക് അനിലിനെ ബോയിൽ ചെയ്ത് ഡിസ്റ്റിൽ ചെയ്യിപ്പിച്ച് മാറ്റാനായിട്ട് പറ്റും. അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റീം ഡിസ്റ്റിലേഷൻ എങ്ങനെയാണ്, ആ സ്റ്റീം ഡിസ്റ്റിലേഷൻ്റെ ടെക്നിക്ക് എന്താണ്, ആ ഒരു സെറ്റപ്പ് അപ്പാരറ്റസിൻ്റെ സെറ്റപ്പ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. എളുപ്പമാണ്, ആ ഒരു ഫിഗർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസ്. അപ്പം ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് ആ ഫിഗർ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് നോക്കിയേ. ഓക്കെ, അതിനകത്ത് എന്താ വന്നിരിക്കുന്നത്, ഒരു സ്റ്റീം നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദ സ്റ്റീം ഈസ് ജനറേറ്റഡ് ഇൻ എ മെറ്റൽ ക്യാൻ. ഒരു മെറ്റൽ ക്യാനിനുള്ളിൽ നമ്മൾ വെള്ളം എടുത്ത് ചൂടാക്കി സ്റ്റീം ജനറേറ്റ് ചെയ്യുന്നു. ദെൻ ദ സൊല്യൂഷൻ ഓർ സബ്സ്റ്റൻസ് ടു ബി ഡിസ്റ്റിൽഡ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്. നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു റൗണ്ട് ബോട്ടം RB ഫ്ലാസ്കിനുള്ളിൽ വെച്ചിട്ട് അതിനെയും നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് ചൂടാക്കിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ദെൻ ഇനി നമ്മുടെ മെറ്റൽ ക്യാനിനകത്തുനിന്ന് വരുന്ന സ്റ്റീമിനെ നമ്മുടെ ഈ RB ഫ്ലാസ്കിനുള്ളിലേക്ക് അതിനകത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്യൂബ് വഴി അതിനകത്തേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. Okay, the tube carrying steam from the can dips below the liquid in the RB flask. RB ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ ആ ലിക്വിഡിനകത്തേക്ക് ആ ട്യൂബിനെ ഇറക്കി വെക്കുക. ഇനി എന്ത് ചെയ്യുകയാണ്, ഈ പറഞ്ഞിരിക്കുന്ന RB ഫ്ലാസ്ക്, ദാറ്റ് ഈസ് ഡിസ്റ്റിലേഷൻ ഫ്ലാസ്ക്, അതിനെ നമ്മുടെ സ്റ്റീം വരുത്തുന്ന ഒരു ഫർണസ് ചൂടാക്കാൻ, ആ മെറ്റൽ ക്യാൻ ചൂടാക്കുന്നതിന് കൂടെ തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് ഇതിനെയും ചൂടാക്കിക്കൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, ദാറ്റ് ഈസ് കെപ്റ്റ് ഹീറ്റഡ് ജെൻ്റ്ലി ഓൺ ദി സ്റ്റാൻഡ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ടു മച്ച് കണ്ടൻസേഷൻ ഓഫ് വാട്ടർ. ഇവിടെ നിന്ന് സ്റ്റീം വരികയല്ലേ, അതവിടെ നിന്ന് വന്ന് തണുത്ത് വെള്ളമായി മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, കണ്ടൻസേഷൻ നടന്ന് വെള്ളമായി മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് ചൂടാക്കിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇങ്ങനെ ചൂടാക്കുന്നതിൻ്റെ ഫലമായിട്ട് വീണ്ടും അവിടെ നിന്ന് നമ്മുടെ ഓർഗാനിക് കമ്പോണൻറ്റിൻ്റെ വേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ. ആ ഓർഗാനിക് കമ്പോണൻറ്റിൻ്റെ വേപ്പേഴ്സ് ദാറ്റ് ആർ മിക്സ്ഡ് വിത്ത് സ്റ്റീമിൻ്റെ കൂടെ ചേർന്ന് ഉള്ളതാണ് ആ വേപ്പർ വരുന്നത്. ദാറ്റ് വിൽ പാസ് ഓവർ ആൻഡ് ആർ കണ്ടൻസ്ഡ് ഇൻ ദി റിസീവർ. ക്ലിയർ ആയോ? അതായത് ആ RBക്കകത്തുനിന്ന് നമ്മുടെ ഓർഗാനിക് കമ്പോണൻറ്റിൻ്റെ വേപ്പേഴ്സും സ്റ്റീമും കൂടെ ചേർന്ന് ഒരെണ്ണം വന്നുകൊണ്ടിരിക്കുക. ആ വരുന്ന സ്റ്റീമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്യൂബ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഒരു വാട്ടർ കണ്ടൻസറിനുള്ളിലൂടെ പാസ് ചെയ്യിപ്പിക്കും. ഓക്കെ, ആ വാട്ടർ കണ്ടൻസറിൻ്റെ ചെറിയ ക്യാപ്പിലറിയുടെ ഉള്ളിലൂടെ പാസ് ചെയ്ത് വരുമ്പോൾ അത് കണ്ടൻസ് ചെയ്ത് എന്ത് ചെയ്യും, വേറൊരു റിസീവറിനുള്ളിലേക്ക് ഇതിനെ കളക്ട് ചെയ്യും. അങ്ങനെ മാറുന്നത് എങ്ങനെയായിരിക്കും, ഈ വരുന്ന വാട്ടർ കണ്ടൻസർ എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയായിരിക്കുന്നത്, അതിൻ്റെ ഒരു എൻഡ് പൈപ്പിലും മറ്റേ എൻഡ് നമ്മൾ സിങ്കിനുള്ളിലേക്ക് വിട്ടേക്കുക. അപ്പോൾ അത് കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള വാട്ടർ ഫ്ലോ, കോൾഡ് വാട്ടറിൻ്റെ ഫ്ലോ അതിലുണ്ടാവുമല്ലോ. അതിൻ്റെ ഫലമായിട്ട് അവിടെ നിന്ന് വരുന്ന സ്റ്റീം കണ്ടൻസേഷൻ നടക്കും. ഈ വാട്ടർ കണ്ടൻസറിനുള്ളിൽ വെച്ചിട്ട്, ആ ചരിച്ചു കൊടുത്തിരിക്കുന്നില്ലേ, അതാണ് വാട്ടർ കണ്ടൻസർ. അതിനുള്ളിൽ വെച്ചിട്ട് തണുത്ത് ആ ഒരു ലിക്വിഡിനെ നമ്മൾ ഒരു റിസീവറിനുള്ളിലേക്ക് കളക്ട് ചെയ്തെടുക്കുന്നു. അതൊരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കോ അല്ലെങ്കിൽ ഒരു കോണിക്കൽ ഫ്ലാസ്കിനുള്ളിലോ നിങ്ങൾ കളക്ട് ചെയ്ത് മാറ്റുന്നു. ദാറ്റ് ഈസ് റിസീവർ. ഇനി ആ റിസീവറിനകത്ത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്ന ലിക്വിഡ് എന്ന് പറയുന്നത്, ഓക്കെ, അതെന്ന് പറയുന്നത് 2 ലെയേഴ്സ് കാണും. ദാറ്റ് ഈസ് കാൾഡ് ഡിസ്റ്റിലേറ്റ്. ഓക്കെ, ആ ഡിസ്റ്റിലേറ്റ് ഇൻ ദ റിസീവർ കൺസിസ്റ്റ് ഓഫ് 2 ലെയേഴ്സ്. 2 ലെയർ കാണും. വൺ ഈസ് ദ പ്യുവർ ഓർഗാനിക് ലിക്വിഡ്, നമ്മൾ ഇവിടെ നിന്ന് ചൂടാക്കി വേപ്പറാക്കി മാറ്റിയ പ്യുവർ ഓർഗാനിക് ലിക്വിഡ് ആയിരിക്കും ഒരെണ്ണം. ആൻഡ് ദ അതർ ലെയർ ഈസ് ദ വാട്ടർ, സ്റ്റീം തണുത്ത് കിട്ടിയ വാട്ടർ ആയിരിക്കും മറ്റേ ലെയർ. അപ്പോൾ 2 ലെയർ ഇതിനകത്ത് നമ്മുടെ ആ റിസീവറിലുള്ള സൊല്യൂഷന് ഉണ്ടായിരിക്കും. ആ ലിക്വിഡിന് 2 ലെയർ കാണും. ഓക്കെ, ഇനി ആ 2 ലെയറുകളെ അല്ലെങ്കിൽ ആ ലിക്വിഡുകളെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, അത് രണ്ടും സെപ്പറേറ്റ് ചെയ്യണ്ടേ, രണ്ടും രണ്ടായിട്ട് നിൽക്കുമല്ലേ, അതിനെ സെപ്പറേറ്റ് ചെയ്യണ്ടേ. അതിനെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം, സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ അക്വസ് ലെയറിനെയും ഓർഗാനിക് ലെയറിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് രണ്ടും രണ്ടാക്കി മാറ്റാം. അപ്പോൾ അങ്ങനെ മാറ്റി കഴിയുമ്പം ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ പ്യുവർ ഓർഗാനിക് കമ്പൗണ്ട് ഏതാണോ അതും, മറ്റേതെന്ന് പറയുന്നത് വാട്ടർ.
ഈ രീതിയിൽ നമുക്ക് രണ്ടിനെയും ഈ സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. അപ്പം ഇവിടെ ഓർക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു അനിലീനാണ് ഞാനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അനിലീനാണ് നിങ്ങളെടുത്ത് ചെയ്യുന്നതെങ്കിൽ അനിലിൻ്റെ ആക്ച്വൽ ബോയിലിംഗ് പോയിൻ്റ് എത്ര ആയിരുന്നു? 184. വാട്ടറും കൂടെ മിക്സ് ചെയ്തിരിക്കുകയല്ലേ, വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ആ 100 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടിലും താഴെയുള്ള ബോയിലിംഗ് പോയിൻറ്റിലായിരിക്കും അനിലീൻ ഇവിടെ ഈ ഒരു പ്രത്യേക കണ്ടീഷനിൽ ബോയിൽ ചെയ്യുന്നത്. അതായത് 98 ഡിഗ്രി സെൽഷ്യസിൽ അനിലീൻ ബോയിൽ ചെയ്ത് അതിൻ്റെ വേപ്പർ ഉണ്ടായി അതിനെയാണ് സ്റ്റീമും കൂടെ ചേർന്ന് നമ്മൾ എവിടെ മാറ്റുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന റിസീവറിനുള്ളിൽ നിങ്ങൾ പ്യൂരിഫൈ ചെയ്ത് കളക്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അങ്ങനെ കിട്ടുന്നതിനകത്ത് അനിലീനും കാണും, നമ്മളെ സ്റ്റീമിൽ നിന്ന് തണുത്ത് വരുന്ന വെള്ളവും കാണും. ഇത് രണ്ടിനെയും നമ്മൾ സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് രണ്ടും രണ്ടാക്കി മാറ്റും. ഇതാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ ടെക്നിക്കിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇമ്മിസിബിൾ ലിക്വിഡ്സിനെ സ്റ്റീം ഡിസ്റ്റിലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റീം ഡിസ്റ്റിലേഷനാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് ഇത്രയും മതി. ഇതിൻ്റെ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്